ഡിസൈനിങ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കരിയർ ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NTA കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു സർക്കുലർ ആണ് ഇവിടെ കാണുന്നത്. നിഫ്റ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതെല്ലാം, അവിടെയുള്ള ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഏതൊക്കെയാണ്, നമുക്ക് ക്വിക്കായിട്ടൊന്ന് കവർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം ലേണിംഗിൻ്റെ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ പരമാവധി രക്ഷിതാക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. നിഫ്റ്റ് എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് അണ്ടർ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 19 ക്യാമ്പസുകളിലായിട്ടാണ് ഡിഫറെന്റ് പ്രോഗ്രാമുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 പ്രോഗ്രാമുകളാണ് പ്രധാനമായിട്ടും UG PG PhD പ്രോഗ്രാമുകളിലായിട്ട് നിഫ്റ്റിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനോടകം ഏകദേശം 41,600-ലധികം അലുമിനീസ് നിഫ്റ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ പ്രോഗ്രാമുകളിൽ 4 വർഷത്തെ BDES എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സ്. അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറികളുണ്ട്: ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ആക്സസറി ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, നിറ്റ് വെയർ ഡിസൈൻ, ലെതർ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ ആൻഡ് ഫാഷൻ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഡിഫറെന്റ് പ്രോഗ്രാമുകൾ. ബാച്ചിലർ ഓഫ് പ്രോഗ്രാം 4 വർഷത്തെ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ നോക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട കോഴ്സുകളാണുള്ളത്: മാസ്റ്റർ ഓഫ് ഡിസൈൻ, മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെന്റ് ആൻഡ് മാസ്റ്റർ ഓഫ് ഫാഷൻ ടെക്നോളജി. ഇനി ഇതിലേക്കുള്ള ഓരോ കോഴ്സിലേക്കും എങ്ങനെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അഡ്മിഷൻ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് NTA കൃത്യമായിട്ട് സർക്കുലർ പ്രസ്താവിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 എക്സാമുകൾ, GAT ആൻഡ് CAT എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ആണുള്ളത്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. BDES കോഴ്സിലേക്കും BF ടെക്, BF ടെക്, അതുപോലെ തന്നെ MDES, MFM ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സിലേക്കും പ്രധാനമായിട്ടുള്ള എക്സാമുകൾ GAT ആൻഡ് CAT ആണ്. അഡീഷണൽ ആയിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ടുകളും വരുന്നുണ്ട് ചില കോഴ്സുകൾക്ക്. ഇനി PhD പ്രോഗ്രാമിനാണെങ്കിൽ റിസർച്ച് പ്രൊപ്പോസൽ പ്രസന്റേഷനും ഇന്റർവ്യൂവും അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നിഫ്റ്റിൽ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് ഡിപ്ലോമ ലെവൽ കഴിഞ്ഞ് BTECന്റെ 2ാം വർഷത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം, ലാറ്ററൽ എൻട്രി നമുക്കറിയാം അല്ലേ. നിഫ്റ്റിലും ഇതേ ഒരു പ്രോഗ്രാം സ്കീം നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. NLEA എന്ന് പറയുന്ന നിഫ്റ്റിന്റെ തന്നെ ലാറ്ററൽ എൻട്രി അവൈലബിലിറ്റി സ്കീം നമുക്ക് കാണാൻ പറ്റും. അതിലേക്കുള്ള ക്രൈറ്റീരിയാസ് നമുക്ക് പറയാം. ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ്സ്, കാര്യങ്ങൾ, ടൈം ലൈനുകൾ നോക്കുകയാണെങ്കിൽ നവംബർ 22-ാം തീയതിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഓൾറെഡി അതിന്റെ അപ്ലിക്കേഷൻ തുടങ്ങി. 6th ജാനുവരി 2025 വരെ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതിന്റെ എക്സാമിനേഷൻ വരുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ 9th ഫെബ്രുവരി 2025-നാണ്. റിസൾട്ടുകൾ മാർച്ചോട് കൂടിയിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എക്സാമുകൾ ഇല്ലാതെ തന്നെ സ്കിൽ ടെസ്റ്റുകളിലൂടെ പ്രവേശനം നേടാം. ആർട്ടിസൺ കാറ്റഗറി അല്ലെങ്കിൽ NRI, ഫോറിൻ നാഷണൽ, OCI, PIO, സാർക്ക് ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക്, ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് അല്ലാതെ അവർക്ക് സ്കിൽ ടെസ്റ്റോട് കൂടിയിട്ടും ഇന്റർവ്യൂ ബേസിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ആർട്ടിസൺ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ 22-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ 28 ഫെബ്രുവരി ആണ്. അവർക്കുള്ള അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ മാർച്ചിൽ റിലീസ് ചെയ്യും. ആൻഡ് അതിലുള്ള ആർട്ടിസൺ സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഏപ്രിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ഡേറ്റ്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെയും പ്രോസ്പെക്ടസിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. PhD പ്രോഗ്രാമിന്റെ ടൈം ലൈനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളത്, രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് 3000 രൂപയാണ് ജനറൽ കാറ്റഗറിയിലേക്കുള്ളത്. OBC കാറ്റഗറിക്കൊക്കെ 3000 രൂപയും SC ST PWD കാറ്റഗറിക്ക് 1500 റുപ്പീസുമാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ലേറ്റ് ഫീ ആയിട്ട് 5000 റുപ്പീസും നമുക്ക് പ്രോസ്പെക്ടസിൽ കാണാൻ പറ്റും. പ്രധാനമായിട്ട് കേരളത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്തരത്തിലുള്ള റീജിയൻസിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഉപരിപഠനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. എൻട്രൻസ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് ഡിഫറെന്റ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ബാച്ചിലർ പ്രോഗ്രാമുകളിൽ BDES കോഴ്സ്, മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ MDES കോഴ്സ്, ഈ 2 കോഴ്സിനും ഏത് സ്ട്രീം പഠിച്ച ആളുകൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് +2 ലെവലിൽ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീം ആണെങ്കിലും കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. അതായത് ബാച്ചിലേഴ്സിലും ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കും MDES കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, മാസ്റ്റേഴ്സ് ഓഫ് ഫാഷൻ ടെക്നോളജി, ഈ 2 കോഴ്സുകൾക്ക് മാത്തമാറ്റിക്സ് റിക്വയർഡ് ആണ് എന്നുള്ളത് നമുക്ക് പ്രോസ്പെക്ടസ് വായിച്ചാൽ മനസ്സിലാവും. സോ മാത്തമാറ്റിക്സ് കൂടെ ഉള്ള കുട്ടികൾക്ക്
ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് ഓഫ് ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി 2 കോഴ്സുകൾ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സാംബോ ലേണിംഗിന്റെ ഒരു കരിയർ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും ഭാഗമാകാം. അതായത് ഡിഫറൻറ്റ് കരിയർ ഫീൽഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കരിയർ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡിഫറൻറ്റ് കരിയർ ഫീൽഡുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസിൽ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരും. വീണ്ടും കാണാം. ബൈ.